മക്കളെ ഇന്ന് തേങ്ങ വറുത്തരച്ചിക്കാതെ ഒരു കൊഞ്ച് കറി തയ്യാറാക്കിയിരിക്കുകയാണ്. എന്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് 1/2 കിലോ കൊഞ്ച് എടുത്ത് വാട്ടി നല്ലപോലെ തേച്ച് കഴിയേണ്ട തൊലിയെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 250 ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ സവാള, തക്കാളി ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടിക്കകത്ത് ഒഴിച്ച് അതിന് ചൂടായപ്പോൾ അതിലേക്ക് നമ്മൾ തക്കാളി ഇട്ടൊന്ന് മൂപ്പിച്ചതിൻ്റെ സ്കിന്ന് കളയാൻ വേണ്ടിയാണ്. എന്നിട്ട് നമ്മൾ ഈ എണ്ണയ്ക്കകത്തിട്ട് തന്നെ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ച് 1/2 ടീസ്പൂൺ പെരുംജീരകവും ചേർത്ത് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ പൊടിയായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് മൂത്ത് കഴിയുമ്പോൾ കറിവേപ്പില ആവശ്യത്തിന് ഇട്ടു. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളി 250 ഗ്രാമാണ് അത് അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ചെറിയ ഉള്ളി മൂത്ത് കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് നമ്മുടെ സവാളയും വെളുത്തുള്ളി ഇട്ട് 1/4 സ്പൂൺ ഉപ്പ് ഇട്ട് മൂത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ആ പച്ചമുളക് 3 പച്ചമുളകും കട്ട് ചെയ്ത് അരിഞ്ഞു കൊടുത്ത് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പിന്നെ ചിക്കൻ മസാല, 1/4 സ്പൂൺ പിന്നെ ഗരം മസാല എന്നിവ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അത് മൂത്ത് കഴിയുമ്പോൾ നമ്മളതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടി നമ്മുടെ ആവശ്യത്തിന് ചേർക്കുക. ഇതെല്ലാം മൂത്ത് കഴിയുമ്പോൾ നല്ലതുപോലെ ഈ മസാലകളെല്ലാം മൂത്ത് കഴിയുമ്പോഴേക്ക് നമ്മളൊരു 1 ടീസ്പൂൺ പുളിക്ക് വേണ്ടിയാണ്. പഴുത്ത തക്കാളിയാണ്, അധികം പുളി കാണത്തില്ല. അങ്ങനെ ഇതെല്ലാം വഴറ്റി അതെല്ലാം കൂട്ടി യോജിപ്പിച്ച് കഴിയുമ്പോൾ വെള്ളം ഒഴിച്ച് കൂട്ടി യോജിപ്പിച്ചെല്ലാം കഴിയുമ്പോൾ നമ്മളിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കും. തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതെല്ലാം നല്ലപോലെ ഒന്ന് സെറ്റായി കഴിയുമ്പോൾ നമ്മളിതിലേക്ക് നമ്മുടെ കൊഞ്ചും ചേർത്ത് കൂട്ടി യോജിപ്പിച്ച് കൊഞ്ചെല്ലാം ഈ മസാലയ്ക്കകത്ത് പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കൊഞ്ച് കറി ഇവിടെ റെഡിയായി. മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ മക്കളെ. ഇഷ്ടപ്പെടുന്നവർ ഒന്ന് കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യുക.